Good morning, all. Hi, good morning. നമുക്കിത് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് അബ്ദുൾ റസാഖ് സാർ ആണ്. ഖത്തറിൽ നിന്നാണ് സാർ ജോയിൻ ചെയ്തിട്ടുള്ളത്. സാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാർ. എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും നല്ലൊരു സുപ്രഭാതം നേരുന്നു. ആദ്യമായി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അബ്ദുൾ റസാഖ്, സ്വദേശം ആലുവ. ഞാൻ ഖത്തറിൽ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ആദ്യമായി വിംബിൾ അക്കാദമിയോടും ഇതിന്റെ കോർഡിനേറ്റർ സജന മാമിനോടും ഈ പ്രഭാതത്തിൽ ഇതിനെ കേൾക്കാൻ കൂടി ഇരിക്കുന്ന ഓഡിയൻസിനോടും എനിക്ക് പ്രത്യേകം നന്ദി. ഒരിക്കൽ കൂടി സുപ്രഭാതം നേരുന്നു. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എക്സ്പ്ലോർ ദ യൂണിവേഴ്സ് ആൻഡ് ജനറേറ്റ് തോട്ട്സ് എന്നുള്ളതാണ്. ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ചിന്തയുടെ ലോകത്തിലേക്കൊന്ന് യാത്ര പോകാം. നമ്മുടെ മനോഹരമായ നമ്മുടെ ഈ യൂണിവേഴ്സിനെ നമുക്ക് ആസ്വദിക്കാം. അതിനു മുന്നോടിയായി നാം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ നമ്മൾ എല്ലാത്തിൽ നിന്നും വിമുക്തമാക്കി റിലാക്സ് ചെയ്യുക. എല്ലാ ചിന്തകളിൽ നിന്നും നമ്മൾ ഒഴിവാകുക. നാം കൂടുതലും നമ്മുടെ പാസ്റ്റിനെ കുറിച്ചും വരാൻ പോകുന്ന ഫ്യൂച്ചറിലെ ആകുലതയെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും നമ്മുടെ റേസിംഗ് തോട്ട്സ് എന്നത്. അതെല്ലാം ഒഴിവാക്കി നമുക്ക് യാത്രയ്ക്ക് മുമ്പ് വളരെ റിലാക്സായി കാമായി നമുക്കൊന്ന് യാത്ര പോകാം നമ്മുടെ യൂണിവേഴ്സിലേക്ക്. എല്ലാവരും റെഡി അല്ലേ? ഒന്ന് ആൻസർ പറയാമോ? റെഡിയാണ് സർ. ഓക്കെ. നമ്മുടെ യാത്രയുടെ ഡെസ്റ്റിനേഷൻ എന്നത് നമ്മളുടെ ആകാശവും കടലും മരങ്ങളും കാടുകളും തുടങ്ങിയ സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. നാം ഒരു കൊച്ചു കുട്ടികളുടെ മനസ്സുപോലെ ആയിരിക്കണം നാം യാത്ര ചെയ്യേണ്ടത്. കുട്ടികൾക്കുണ്ടാകുന്ന ആകാംക്ഷ പോലെ തന്നെ നമുക്കും ആകാംക്ഷകൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് അത്ഭുതങ്ങളും നമ്മുടെ മനസ്സിൽ ഒരുപാട് തോട്ട്സുകളും നാം ജനറേറ്റ് ചെയ്യണം. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആകാശ കാഴ്ചകൾ കാണാം. എത്ര മനോഹരമാണല്ലേ ആകാശം. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കിയിരിക്കാറുണ്ടോ? പകല് കാണുന്ന ആകാശം നല്ല നീല ആകാശം. സന്ധ്യാസമയത്തും രാവിലെയും ക്യാൻവാസിൽ ആരോ ചമയം ചെയ്തതുപോലെയുള്ള ചുവപ്പ് ചായങ്ങൾ. രാത്രി സമയങ്ങളിലോ കോടാനക്കോടി നക്ഷത്രങ്ങൾ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ കണ്ടിരിക്കാൻ തന്നെ എത്രയോ സുന്ദരമായ കാഴ്ചയാണ്. ഈ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ ഓരോ ചിന്തകൾ ഉടലെടുക്കണം. ഈ നക്ഷത്രം ഭൂമിയിലേക്കൊന്ന് പതിച്ചാൽ തന്നെ ഭൂമി വിഴുങ്ങിപ്പോകും. അപ്പോൾ ആ ഒരു നക്ഷത്രത്തിന്റെ വലിപ്പം തന്നെ നമ്മളൊന്ന് ആലോചിക്കുക. എത്ര വലുതായിരിക്കും? നമ്മുടെ ഭൂമിയിലെ മണൽത്തരികൾ പോലെ ആകാശത്ത് നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് ഹെഡിൻ ഹബിൾ എന്ന ഒരു സയന്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തൂണില്ലാതെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആകാശത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നമുക്കിനി തിരിച്ച് കടല് കാണാം. കടല് കാണാൻ ഇഷ്ടമില്ലാത്ത ആരാണ് ഉള്ളത്? എല്ലാവർക്കും കടല് എത്രമാത്രം കണ്ടാലും കൊതി തീരില്ല. എന്ത് രസമാണല്ലേ ആ കടലിലെ നമ്മളോട് സംസാരിക്കുന്നത് പോലെ സംഗീത സാന്ദ്രമായ കൂറ്റൻ തിരമാലകളും കടലിന്റെ അഗാധതയിലുള്ള ഗർത്തങ്ങളും കൂറ്റൻ തിമിംഗിലങ്ങളും പിന്നെ അതിലധിവസിക്കുന്ന ചെറുതും വലുതുമായ ജീവജാലങ്ങൾ. എത്രയോ സുന്ദരമാണ് കടല് കണ്ടിരിക്കാൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കടലിലെ വെള്ളത്തിന് ശുദ്ധജലമായിരുന്നാൽ ഉള്ള ഒരു അവസ്ഥ? നാം വിചാരിക്കും കടലിലെ വെള്ളം ശുദ്ധമാണെങ്കിൽ നമുക്കത് ഉപകരിക്കാമെന്ന്.
പക്ഷെ ഒരു 70% നമ്മുടെ ഭൂമി വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് നിങ്ങൾക്കറിയാം. ആ 30% കരയിലെ മാലിന്യങ്ങൾ ശുദ്ധീകരിക്കുന്നത് കടലിലെ ഉപ്പുരസം ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ ചിന്തകൾ നമ്മുടെ മനസ്സിന് വിശാലമായൊരു കാഴ്ചപ്പാട് നമുക്ക് സമ്മാനിക്കും. ഇനി നമുക്ക് അടുത്തത് പർവ്വതങ്ങളും മലകളിലേക്കും സഞ്ചരിക്കാം. നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് ഈ മലകളും പർവ്വതങ്ങളുമാണ്. നാം ഈ കാണുന്ന പർവ്വതങ്ങളുടെ ഉയരത്തേക്കാൾ അതിൻ്റെ താഴ്ഭാഗത്തേക്ക് 10-15 മടങ്ങ് ടെക്ടോണിക് പ്ലേറ്റ്സുകൾ വഴി ഈ ഭൂമിയെ ആണികൾ പോലെ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ പർവ്വതങ്ങളാണ്. അപ്പോൾ ലോകത്തിലെ ഈ പർവ്വതങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന കാഴ്ചകൾ എത്രയോ അത്ഭുതമാണ്. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇനി അടുത്തത് പ്രകൃതിയുടെ പ്രതിഭാസമായ മഴ. ഞങ്ങൾ പ്രവാസികൾക്ക് മഴ വളരെ നൊസ്റ്റാൾജിയാണ്. അപ്പോൾ മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്ലസന്റ് മൈൻഡാണ് നമുക്ക്. പ്രകൃതിയുടെ പ്രതിഭാസമായ ഈ മഴയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ഈ മഴയുള്ളത് കൊണ്ടാണ്. വരണ്ട ഭൂമിയെ തണുപ്പിക്കുകയും സസ്യലതാദികളെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നത് മഴ മൂലമാണ്. കാറ്റിലൂടെ നമുക്കറിയാം എങ്ങനെയാണ് മഴയുണ്ടാകുന്നതെന്ന്. മേഘക്കട്ടികളെ ചലിപ്പിച്ച് മഴ പെയ്യിപ്പിക്കുന്നു. ആ കാറ്റ് മൂലം എത്രയോ സസ്യലതാദികളിൽ പോളിനേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ ഭൂമിയിൽ നടക്കുന്ന ഈ പ്രതിഭാസത്തെക്കുറിച്ച്, അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം. നമ്മുടെ മനസ്സ് നമുക്ക് വിശാലമാക്കാം. ഇനി നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ യൂണിവേഴ്സിൽ നിന്ന് കണ്ട അത്ഭുതങ്ങൾ വെച്ച് നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മൾ എത്ര നിസ്സാരമായൊരു ജീവിയാണെന്ന് നമുക്ക് തോന്നാം. യൂണിവേഴ്സിനെ കുറിച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നമ്മുടെ ശരീരം വലിയൊരു അത്ഭുത പ്രതിഭാസമാണ്. അത്ഭുതകരമായ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നത് പോലെയാണ്. നാം അറിയാതെ തന്നെ വോളണ്ടറി ആയിട്ടും ഇൻവോളണ്ടറി ആയിട്ടും പ്രവർത്തിക്കുന്ന ഓർഗൻസ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഈവൻ നാം ഉറങ്ങിക്കിടന്നാലും 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ പിറക്കുന്ന സമയം മുതൽ നമ്മുടെ ശരീരത്തിലെ അത്ഭുത പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായി. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ ബ്രെയിൻ അത് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു വലിയൊരു സിറ്റി ഉണ്ടാക്കുന്നത് പോലെയാണ്. ഓരോ ദിവസവും അമ്മയുടെ വയറ്റിൽ 2,50,000 ന്യൂറോൺസുകളാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. നാം ജനിക്കുന്ന സമയത്ത് 100 ബില്യൺ കണക്കിന് ന്യൂറോൺസ് ആണ് നമ്മുടെ ബ്രെയിനിൽ നിർമ്മിക്കപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ന്യൂറോൺസുകളെ സപ്പോർട്ട് ചെയ്യുന്നത് സിനാപ്റ്റിക് കണക്ഷൻ വഴിയാണ്. അങ്ങനെ ഒരു സിറ്റി ഉണ്ടാക്കുമ്പോൾ ആദ്യം റോഡ് ഉണ്ടാക്കി, ആ റോഡുകളെ ബിൽഡിംഗ് വഴി കണക്ട് ചെയ്ത് പിന്നെ അതിനെ ഒരു സഞ്ചാര യോഗ്യമാക്കുന്നത് നമ്മുടെ അമ്മയുമായിട്ടുള്ള ഒരു റിലേഷൻ വഴിയാണ്. ആ കുട്ടിയോട് അമ്മ സംസാരിക്കുമ്പോൾ അതിൻ്റെ കണക്ഷൻസ് അവിടെ ആ ന്യൂറോൺസും സിനാപ്റ്റിക് കണക്ഷൻ വഴി നല്ലൊരു ദൃഢമായൊരു ബന്ധമായി മാറുന്നു. പിന്നെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് ഈ 9 മാസക്കാലം ഈ അമ്മയുടെ വയറ്റിൽ ആ ഒരു കുട്ടി രൂപാന്തരപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്. ഒരു ലീച്ച് പോലെ, ഒരു അട്ട പോലെ ഒരു സെൽ അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. DNA എന്ന് പറയുന്ന ആ ബ്ലൂ പ്രിന്റിലൂടെ നമ്മുടെ ജീവിതകാലത്തെ എല്ലാ ചിന്തകളെയും ഭാവനകളെയും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. എത്ര അത്ഭുതകരമായൊരു പ്രവർത്തനമാണ് മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു തടിപ്പ് പോലെയുള്ള ഒരു വസ്തു ഒരു 2-3 മാസം കഴിയുമ്പോൾ ചെറിയ ചെറിയ വിരലുകളും കാലുകളുമായിട്ട് രൂപാന്തരപ്പെടുന്നു.
ഒരു 4 to 6 വീക്ക് ആകുമ്പോൾ നമ്മുടെ ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നു. ആ സ്പന്ദനം നമ്മുടെ മരണം വരെ നിലനിൽക്കുന്നു. പിന്നെ ഒരു 18 to 20 വീക്സ് ആകുമ്പോൾ നമുക്ക് ലിസണിങ് സ്കില്ല്, തിങ്കിങ് സ്കിൽസ്, അങ്ങനെ നമ്മുടെ എല്ലാ സ്കിൽസുകളും, ഈവൻ മെമ്മറി വരെയും നമുക്ക് രൂപാന്തരപ്പെടുന്നത് അമ്മയുടെ വയറ്റിൽ വെച്ചാണ്. ആ അമ്മയും കുട്ടിയും തമ്മിലുള്ള റിലേഷൻ അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ നാം എത്രയോ അത്ഭുതകരമായൊരു പ്രതിഭാസമാണ് നമ്മുടെ ഒരു മനുഷ്യ രൂപം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ചിന്തകളെല്ലാം രൂപപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു ആന്തരിക അവയവം ആന്തരികമായ ഊർജം രൂപപ്പെടുത്തും. ആ ഊർജത്തെ നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. സോളെന്നോ നമ്മുടെ ആത്മാവെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ഈ ചിന്തകൾ നമ്മുടെ നമുക്ക് രൂപപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ ആന്തരിക ഊർജം ഉണരുകയുള്ളൂ. നാം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഫീലിങ്സ്, അല്ലെങ്കിൽ നമ്മളൊരു കുറ്റം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന റിഗ്രറ്റ്, അത് അനുഭവിക്കുന്ന ഫീലിങ്സിനെയാണ് നമ്മളുടെ ആന്തരിക ഊർജം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം ഒരു വാഹനം പോലെ സങ്കല്പിച്ചാൽ ആ വാഹനത്തിന്റെ ബ്രേക്കാണ് നമ്മുടെ ചിന്ത. നല്ല ചിന്തകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വാഹനം വളരെ സ്മൂത്തായിട്ട് ഓടിക്കൊണ്ടിരിക്കണം. നമ്മുടെ ചീത്ത ചിന്തകൾ ഉണ്ടാകുമ്പോൾ ആ ബ്രേക്ക് ഇട്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ചിന്തകൾ കൂട്ടിയെടുത്ത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആന്തരിക ഊർജത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് പല കണക്ഷൻസും, നമുക്കുണ്ടാകുന്ന ആത്മീയ ബന്ധങ്ങൾ അത് നമുക്ക് കൂട്ടിയെടുക്കാൻ കഴിയും. അങ്ങനെ ഒരു ഉദാഹരണം തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ദൂരത്താണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നാം ഒന്ന് വിളിക്കുമ്പോൾ നമ്മുടെ അമ്മ അല്ലെങ്കിൽ ഉമ്മ പറയും, നിന്നെക്കുറിച്ച് ഞാനിപ്പോൾ ഓർത്തിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് കോണ്ടാക്ട് ഇല്ലായിരുന്ന ഒരു സുഹൃത്തിനെ നാം വിളിക്കുമ്പോൾ, എടാ നിന്നെക്കുറിച്ച് ഞാൻ ഇപ്പൊ ചിന്തിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ പറയാൻ കാരണം നാം അവരും തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധം നമ്മുടെ മനസ്സിൽ ആ ചിന്താരൂപത്തിൽ വരുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ഈ ചിന്ത ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മുടെ മനസ്സ് നാം അതിന് ചിന്തിക്കാനുള്ള ഒരു അവസരം ഇട്ടുകൊടുക്കണം. എനിക്കുണ്ടായ ഒരു പേഴ്സണൽ അനുഭവം നിങ്ങൾക്ക് ഞാനിവിടെ വിശദീകരിക്കാം. അപ്പൊ കുറച്ചും കൂടെ വ്യക്തമാകും. ഞാൻ ഖത്തറിൽ വരുന്നതിന് മുമ്പ് ദുബായിൽ ഒരു 7 വർഷം വർക്ക് ചെയ്തു. ആ സമയത്ത് എൻ്റെ കൂടെ ആ 7 വർഷക്കാലം ഞാൻ ഒരു മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഫയല് ഡോക്ടേഴ്സിന്റെ റൂമിൽ കൊണ്ടു കൊടുക്കാൻ ഒരു അറ്റൻഡർ ബോയ് ഉണ്ടായിരുന്നു. അവന് തമിഴ്നാട്ടുകാരനാണ്, വിദ്യാഭ്യാസം വളരെ കുറവാണ്, അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും വളരെ മോശമാണ്. അങ്ങനെ ആരുടെയോ കെയർ ഓഫിൽ അവിടെ ജോലിക്ക് എത്തപ്പെട്ടു. അങ്ങനെ ഈ 6 വർഷക്കാലം അവൻ എൻ്റെ കൂടെ ജോലി ചെയ്തപ്പോൾ അവന് നല്ലൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു. 6 വർഷക്കാലം കൊണ്ട് അവൻ എല്ലാ ലാംഗ്വേജും പഠിച്ചു, എഴുതാനും പഠിച്ചു. അങ്ങനെ അവൻ്റെ ജീവിതം തന്നെ വലിയൊരു മാറ്റം വരുത്താൻ എനിക്ക് സാധിച്ചു. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഖത്തറിലേക്ക് പോന്നു. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും വലിയ പ്രചാരത്തിലായിട്ടില്ല. അങ്ങനെ കുറച്ച് കാലം ആ ഒരു കോണ്ടാക്ട് നിന്നുപോയി. പക്ഷേ 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവൻ അവിടെ നിന്ന് പോയി, നാട്ടിലേക്ക് പോയി എന്ന് കേട്ടു. അങ്ങനെ എന്താണെന്നറിയില്ല, 1 വർഷം ഒരു കാലയളവിൽ എനിക്ക് ഒരു 3-4 ദിവസമായിട്ട് അവനെ കുറിച്ചുള്ള ഭയങ്കര ചിന്തകൾ. അങ്ങനെ എങ്ങനെയെങ്കിലും അവന്റെ പേര് മൊയ്തീൻ എന്നാണ്, മൊയ്തീനെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു, കിട്ടിയില്ല. പക്ഷെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് വഴി ഞാൻ അവൻ്റെ ഒരു സുഹൃത്തിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ കേൾക്കുന്ന വാർത്ത മൊയ്തീൻ 2 ദിവസം മുമ്പ് മരണപ്പെട്ടു എന്നാണ്. അവനൊരു നാട്ടിൽ വെച്ചൊരു ആക്സിഡന്റ് ആയി 4 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. അപ്പൊ എനിക്ക് ഭയങ്കരമായ ഒരു ഷോക്കായി പോയി. എനിക്ക് 4 ദിവസം മുമ്പ് ഈ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിട്ടും ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളൊരു കുറ്റബോധം. അപ്പോൾ ഒരു പക്ഷേ അവൻ എപ്പോഴെങ്കിലും ഓർമ്മ വന്ന സമയത്ത്
അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാള് ചെലവഴിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപക്ഷെ എന്നെ അവൻ ഓർത്ത് കാണാം. അതുകൊണ്ടായിരിക്കാം ആ ഒരു മനസ്സിൽ ചിന്ത എനിക്ക് വന്നത്. അപ്പോ അത് എനിക്ക് വളരെ വലിയ ഒരു വിഷമമായി. അങ്ങനെ അവന്റെ കുടുംബത്തെയായിട്ട് ബന്ധപ്പെട്ടു കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉറ്റ സുഹൃത്തെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലെ കുറിച്ചോ നമുക്കൊരു നിമിഷം ഒരു ഓർമ്മ വന്നാൽ നമ്മൾ ആ സമയം തന്നെ ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മുടെ ഒരു ആത്മീയ ബന്ധം കൊണ്ടാണ് നമുക്ക് ആ ഒരു ചിന്ത ഉടലെടുക്കുന്നത്. ഇനി ഈ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ശരീരം അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ഏത് രീതിയിലാണ് നാം അതിനെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കിയിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ നിത്യജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ചിന്തയെ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് സഹായിക്കും. ഏത് രീതിയിലാണ് നമുക്ക് നമ്മുടെ ചിന്തയെ കൺട്രോൾ ചെയ്യേണ്ടത് എന്നൊന്ന് നോക്കാം. ആദ്യമായി, നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ഗോസിപ്പുകൾ പരമാവധി ഒഴിവാക്കാം. പിന്നെ ഡീക്ലട്ടറിങ് എന്ന് പറയുന്ന ഒരു സംഭവം, നമുക്ക് ആവശ്യമില്ലാത്ത പല സംഭവങ്ങളും നമുക്ക് ഒഴിവാക്കാം. ഇപ്പൊ ഉദാഹരണത്തിന്, നാം മൊബൈൽ യൂസ് ചെയ്യുന്നവരാണല്ലോ. നമ്മൾ കുറേ നാളുകളായിട്ട് 6 മാസക്കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടാത്ത ആളുകളുമായിട്ട് നമുക്ക് അവരുമായിട്ടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ അൺഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യുക. പിന്നെ നാം ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ പോലും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്, പക്ഷെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക. പിന്നെ ഫിനാൻഷ്യലായിട്ട് നമുക്ക് നീഡ്സ്, വാൻസ്, ആവശ്യമുള്ളത് പിന്നെ ആവശ്യമില്ലാത്തത് എന്നതിൻ്റെ ഒരു കണക്ക് നോക്കിയിട്ട് ആ പൈസയുടെ വാല്യൂ നോക്കുക. അങ്ങനെ നമ്മളുടെ വീട്ടിൽ നമുക്ക് അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെന്റ്സ് അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക. അങ്ങനെ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ പരിസരം ഇതെല്ലാം നമ്മൾ പ്രോപ്പറായി ക്ലീനായി നമുക്ക് മെന്റൽ ഹെൽത്ത് നമുക്ക് കൊടുക്കും. അതുവഴി നമുക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ നമുക്ക് റിസർച്ച് മെത്തഡോളജി പഠിക്കുമ്പോൾ നാം പഠിക്കാറുണ്ട്, നമുക്ക് നമ്മുടെ സ്റ്റഡി സംബന്ധമായിട്ട് നാം എപ്പോഴും ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാം എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മളും എപ്പോഴും ജാഗരൂകരായി ആകാംക്ഷയുള്ള ചെറിയ കുട്ടികളെ പോലെ നാം ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കും തോറും നമ്മുടെ ശരീരത്തിലെ എല്ലാ ക്രോധങ്ങളും അസൂയ തുടങ്ങിയ എല്ലാം നമുക്ക് ഒഴിവാക്കി നമ്മുടെ പ്രകൃതിയെ നമുക്ക് ആസ്വദിക്കാം. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഒരു വിത്ത് പോലെയാണ്. ആ ചിന്തകളെ നമുക്ക് വെള്ളമൊഴിച്ച് നട്ട് വളർത്തി വലിയൊരു വൃക്ഷമായി, ഫലഭൂയിഷ്ടമുള്ള ഒരു വൃക്ഷമായി നമുക്ക് അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഒരു ശില്പി തൻ്റെ കല്ല് കൊത്തുമ്പോൾ നല്ലൊരു ശില്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യമില്ലാത്ത സാധനങ്ങൾ തൻ്റെ ആ കല്ലിൽ നിന്ന് ഒഴിവാക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ നമുക്ക് റിമൂവ് ചെയ്ത് നല്ല മിനുസമുള്ള ഒരു ശില്പം പോലെ നമ്മുടെ മനസ്സിനെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം. നല്ല ചിന്തകൾ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. യൂണിവേഴ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ നല്ലൊരു മനുഷ്യനായി നമുക്ക് ജീവിക്കാം. എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ ഇതിൽ പങ്കുവയ്ക്കാം. പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം. നല്ലൊരു സുപ്രഭാതം നേർന്നുകൊള്ളുന്നു.
ഗുഡ് മോർണിംഗ് സർ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. നല്ലൊരു സെഷൻ ആയിരുന്നു. നമ്മൾ നല്ലത് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകത സർ നല്ലപോലെ ഊന്നി പറഞ്ഞു അല്ലേ. ചിന്തിക്കാൻ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പക്ഷെ അത് പരമാവധി നല്ലത് മാത്രം ചിന്തിക്കുക അല്ലേ. അപ്പം നമ്മുടെ അതെ. പ്രവൃത്തികളും ജീവിതമൊക്കെ നന്നാവുമെന്ന് സാറ് ഉദാഹരണ സഹിതം പറഞ്ഞു തന്നു. പിന്നെ ബന്ധങ്ങളെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയും സാറ് പറഞ്ഞു. നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാം പിന്നെ കുട്ടികളെ പോലെ ചിന്തിക്കുക, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുട്ടികളെ പോലെ അതെ, അതെ. ചോദ്യങ്ങൾ ചോദിക്കുക, ചിന്തിക്കുക. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കും അല്ലേ. അതെ, അതെ. ഇങ്ങനെ നമ്മളെ കുറിച്ച് നമ്മൾ മനുഷ്യനെ ഒരു പിന്നെ എന്താ പറയാ, ഒരു വളരെ യൂണിവേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു മനുഷ്യനാണ്. പക്ഷെ നമ്മള് മനുഷ്യന്റെ വിചാരം വലിയൊരു ഇതാണെന്ന് വിചാരിച്ച അഹങ്കാരം വെച്ചിട്ട് നമ്മളെല്ലാവരെക്കാളും വലിയ ഒരാളാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറി കിട്ടും. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ. താങ്ക് യു Hello, റൌഫ് good സാർ. morning. അതെ. Good morning. ഹായ്, സോറി ഗുഡ് മോർണിംഗ് ജേക്കബ് സാർ. Good morning. സോറി ഒരു മിനിറ്റ്. അതെ, സാറ് പറഞ്ഞ പറഞ്ഞോളൂ, പോലെ പറഞ്ഞോളൂ. മനുഷ്യന് ഒരുപാട് ചെറുതാണ്, എന്നിട്ടും ഒരുപാട് എന്താ പറയാ അഹങ്കാരാണ്. നമുക്കെല്ലാം അറിയാം അല്ലെ, നമ്മളാണ് ഏറ്റവും വലുത് എന്നുള്ള തോന്നല. സാറ് അതെ, പറഞ്ഞ ഒരു അതെ. കാര്യം, ഒരു ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമുക്ക് കുറച്ചറിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക നമുക്കെല്ലാം അറിയാന്നുള്ളത്. കൂടുതൽ അറിയുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാവുന്നതും നമ്മുടെ അഹങ്കാരവും ഈഗോ ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അപ്പൊ അതെ, അതെ. പ്രകൃതിയെക്കുറിച്ചും ചുറ്റുമുള്ള ആളുകളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എത്രയോ ചെറുതാന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവും. അതെ, അതെ. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു റൌഫ് സാർ. താങ്ക് യു. ജേക്കബ് സർ, താങ്ക് യു. Thank you, Ravi sir. Razak sir, good morning. വെരി ഗുഡ് മോർണിംഗ് ജേക്കബ് സാർ. വെരി ഗുഡ് മോർണിംഗ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് വളരെ യു. എൻജോയ്. താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു മോർണിംഗ് തന്നതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒത്തിരി താങ്ക് യു കാര്യങ്ങള് ജേക്കബ്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. വളരെ എഫക്റ്റീവായിട്ട് വളരെ ടച്ചിങ് ആയിട്ട് ഇരിക്കാൻ പറ്റി. സാർ തന്ന ആ ഒരു എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ഒരു സ്റ്റോറിയും ഒക്കെ വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. അതെ, അതെ, അതെ. എല്ലാവർക്കും നമ്മൾക്ക് നമ്മൾ പറയുമ്പോൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് അതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതെ, 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 തീർച്ചയായും. അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ ഇതിലൂടെ. നമ്മുടെ താങ്ക് യു ജേക്കബ് സാർ. ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റി സാർ പറഞ്ഞ കാര്യങ്ങൾ. ചെറിയ ഇപ്പം ഡോക്ടർ ആഡ് ചെയ്ത പോലെ കൊച്ചു കുട്ടികളെ പോലെ ചിന്തിക്കാൻ പറ്റുന്നത് ഒരു മാജിക് ആണ്. ആക്ച്വലി നമ്മളെ തന്നെ എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ. ആ ഒരു ജീവിതത്തിലെ തിരക്കുകളും യാത്രയിലും ഒക്കെ നമ്മള് പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്ത് സെൽഫിഷായി മാറുമ്പോൾ മക്കളെ പോലെ നിഷ്കളങ്കമായി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഈസ് റിയലി ഡിഫറൻസ്. അതെ, 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 അതെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ജേക്കബ് സാർ. ഗുഡ് മോർണിംഗ് സർ. ഹായ്, ഗുഡ് മോർണിംഗ് ചന്ദ്രമാം. ഞാൻ കുറച്ചിപ്പോ ആക്റ്റീവ് അല്ല, കുറച്ച് ഫാമിലി കമ്മിറ്റ്മെന്റ്സ് ഉള്ളത് കൊണ്ട് ഞാൻ വേഗം ഇതിൽ ലീവ് ചെയ്യാറുണ്ട്. സർ വേഗം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി എന്തായാലും ഡിസ്കസ് ചെയ്യാനുള്ളത്. എനിവേ അബ്ദുൽ സാറും ജേക്കബ് സാറും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമ്മളെ എൻവയൺമെന്റിനെ മറന്നിട്ടാണ് ഇപ്പോ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. പക്ഷെ എൻവയൺമെന്റ് എത്രമാത്രം നമ്മളുടെ തിങ്ക് ചെയ്യേണ്ടത് എന്നുള്ളത് സോ വാസ്റ്റ്. ആ വാസ്റ്റ് എൻവയൺമെന്റിനെ നമ്മൾ മറന്നിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അതേ രീതിയിൽ സാറിന്റെ ആ ഒരു ടച്ചിങ് ഇൻസിഡന്റ് പറഞ്ഞപ്പോ അത് ഫീൽ ആയി. നമ്മളെപ്പോഴും ഈ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പോ ജീവിത സാഹചര്യം നമ്മൾ
മേക്ക് ടഫ്, നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ഇരിക്കണം. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് വരുമ്പോഴാണ് നമുക്ക് തോന്നുക അയ്യോ കണക്ട് ചെയ്യേണ്ടതായിരുന്നു, സംസാരിക്കേണ്ടതായിരുന്നു എന്നുള്ളത്. ചിലപ്പോ ആ സംസാരിക്കുമ്പോഴായിരിക്കാം ഒരു റിലാക്സ്ഡ് ഫീലിംഗും നമ്മളുടെ വോട്ട് ടു സേ ഈ ഒരു ഹാപ്പിനെസ്സും കണ്ടെത്താൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ഹെക്ടിക് ലൈഫിന്റെ ഇടയിൽ വിട്ടു പോവാണ്. അത് ശരിക്കും അതെ നമ്മൾ അതെ ചെയ്യേണ്ടതാണ്. അല്ല സോ ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈമിൽ ഇപ്പൊ എനിക്ക് ആ ഒരു ചിന്ത വരുന്ന ടൈമിൽ ഞാൻ വേറെ ഏതെങ്കിലും കാര്യമായിട്ട് കൂടുതൽ എൻഗേജ് ആവേണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ എനിക്ക് ആ ചിന്ത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ മനസ്സ് റിലാക്സ് ചെയ്യുമ്പോഴാണ് ഇതേപോലെയുള്ള ഒരു തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ. ശരിയാണ് സർ. അതന്നെ. പിന്നെ അതേ രീതിയിൽ ഇപ്പൊ കുട്ടിയാവെന്ന് പറയുമ്പോ നമ്മളുടെ ലൈഫ് സ്റ്റഡി ചെയ്താലും ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുട്ടികളുടെ സ്വഭാവത്തിലേക്ക് എത്തുകയാണ്. പക്ഷെ നമ്മൾ ശരിക്കും എവറി പോയിന്റ് ഓഫ് ടൈം നമ്മൾ ആ കുട്ടിയുടെ മനസ്സ് നമ്മളെ വിട്ടു പോവാൻ പാടില്ല. ആ ചൈൽഡിഷ് നേച്ചർ നമ്മളുടെ എപ്പോഴും ലൈവായിട്ട് വെച്ചോണ്ടിരുന്നാലേ നമ്മളുടെ ഇന്നോസെൻസ് എപ്പോഴും ഉണ്ടാവും. പക്ഷെ എന്തായിരിക്കും ലൈഫ് നമ്മൾ ആ ഒരു ചൈൽഡിഷ്നെസ്സിനെ റീറ്റെയിൻ ചെയ്യാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് എനിക്ക് ഫീൽ. സർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. സോ നമ്മൾ റീതിങ്ക് ചെയ്യേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഫീൽ ചെയ്യുക. സോ വെരി നൈസ് സെഷൻ സർ. താങ്ക് യു. താങ്ക് യു ചന്ദ്രമ, നല്ല വാക്കിന്. Good morning, sir. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെ നല്ല സെഷനായിരുന്നു. ഇന്നത്തെ ക്ലാസ്സില് ഞാൻ മനസ്സിലാക്കുന്നത് ആത്മീയ വചനങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് പ്രദോഷത്തെയും പ്രതീക്ഷിക്കരുത്, അങ്ങനെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഓരോ നിമിഷവും ആസ്വദിച്ച് എല്ലാ അത്ഭുതങ്ങളും വീക്ഷിച്ച് മൈൻഡ്ഫുൾനെസ്സോടുകൂടി ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈഫൊക്കെ ഒരു നല്ല കളർഫുൾ ആയിട്ട് മാറുള്ളൂ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ എല്ലാം ആസ്വദിക്കാം, ഓരോ മൊമെന്റ്സും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈവൻ നമ്മ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വരെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതിലുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ. ശരിക്കും എല്ലാത്തിനും നമ്മുടെ ചുറ്റും നിറയെ അത്ഭുതങ്ങളാണ്. അത് ചിന്തിക്കുന്നവർക്കും അത് ആസ്വദിക്കുന്നവർക്കും മാത്രമാണ് ഇപ്പൊ നിലവില് അത് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എങ്ങനെയൊക്കെയോ ഇന്ന് രാവിലെ ആകുന്നു രാത്രി ആകുന്നു, അങ്ങനെ നമ്മളിപ്പോ ഒരാളോട് ചോദിക്കുമ്പോ പറയല രാവിലെ ആകുന്നു രാത്രി ആകുന്നു എന്ന് പറഞ്ഞു പോകും. അല്ലാതെ ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതം ആസ്വദിക്കുന്നുണ്ട് ശരിക്കും, നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുനടക്കും. അതെ. നമ്മുടെ ഐസ് അലിയുന്നത് പോലെയാണ് നമ്മുടെ ഐസ് എന്നാ പറയുന്നത്. അപ്പം നമ്മുടെ ഐസ് തീർന്നതിന് ശേഷം നമുക്ക് പിന്നെ ഇതൊന്നും അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമുള്ളത് എന്നാണ് ഉദ്ദേശിച്ചത്. അതെ. സാർ അതിന് വളരെ നന്നായിട്ട് ഉണർത്തി. നല്ല സെക്ഷൻ ആയിരുന്നു. നന്നായാലും ഈ സമയത്ത് സാർ അവിടെ എനർജറ്റിക് ആയിട്ട് ഇരുന്ന് ക്ലാസ് എടുത്തു. താങ്ക് യു, ഒരുപാട് നന്ദി. താങ്ക് യു അൻസർ സാർ. താങ്ക് യു. Good morning, Rasak sir. ഹായ്, ഗുഡ് മോർണിംഗ്. നല്ലൊരു സെക്ഷൻ ആയിരുന്നു കേട്ടോ. നമ്മള് ഈ പ്രകൃതിയില് നമ്മൾ കരുതും മനുഷ്യര് നമുക്ക് വേണ്ടിയിട്ടാണ് പ്രകൃതി. നമ്മള് ഈ സാറ് പറഞ്ഞ പോലെ ചിന്തിക്കുകയാണെങ്കിൽ മറ്റു ജീവജാലങ്ങളെ പോലെ തന്നെ നമ്മളും അതിലൊരു ഭാഗം മാത്രാണെന്ന് ചിന്തിക്കാൻ പറ്റൂല്ലേ? അതെ. അതുപോലെ മറ്റൊരാളെ നമ്മള് ചിന്തിക്കുമ്പോ ഓർമ്മ വരുമ്പോ നമ്മളിങ്ങനെ പല അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇപ്പൊ കോൾ ചെയ്യുമ്പോ എപ്പൊ വിചാരിച്ചേ ഉള്ളൂ നിന്നെ പറ്റി, അത് എന്തുകൊണ്ടാന്ന് മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. നല്ല സെഷൻ ആയിരുന്നു. സാർ പറയുന്ന ഓരോ പോയിന്റും അടിപൊളിയായിരുന്നു എന്തായാലും. പിന്നെ സാർ ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്ത് തന്നെ അതന്നെ ഒരു വലിയൊരു കാര്യമാണ്. ഈ ഒരു 3 മണിക്കൊക്കെ എണീറ്റ് ജോയിൻ ചെയ്യാന്നൊക്കെ പറയുന്നത്. പലരും ഇങ്ങനെ പുറത്തൊക്കെ ഉള്ളവരിപ്പോ ഖത്തറില്
സൗദിയിലൊക്കെ ഉള്ളവർ ഇങ്ങനെ കുറെ പേര് നമ്മൾ ചോദിക്കുമ്പോൾ ടൈമിന്റെ പ്രശ്നം എപ്പോഴും പറയാറുണ്ട്. ആ, എന്തായാലും അതെ ആ അതെ. ഒരു മുന്നോട്ട് വന്നിട്ട് ക്ലാസ് എടുക്കാൻ കാണിക്കുന്ന ആ ഒരു ഇതൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു സജനമ്മ. ആർക്ക് വേണമെങ്കിലും പറയാട്ടോ, നമ്മുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ എന്നാ. അതെ അതെ അതെ. എന്തായാലും എല്ലാവരും കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി. താങ്ക് യു. എല്ലാവരും ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കാം. താങ്ക് യു സോ മച്ച്. ഓക്കെ. താങ്ക് യു.